അപ്പോൾ ഇന്ന് നമുക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് മാത്രമല്ല, ഇനി വരുന്ന 2 ദിവസവും നമുക്ക് ഓഫീസിൽ പോകണം. ഇത്രയും ദിവസം എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അല്ല, വർക്ക് ഫ്രം റൂം ആയിരുന്നു. ഇനിയും കുറച്ച് നാളത്തേക്ക് അതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഓഫീസിൽ പോകേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിൽ എനിക്ക് നിനക്ക് പോകേണ്ടി വരും. പണ്ട് മുതലേ ഞാനും എൻ്റെ മുടിയുമായിട്ട് നല്ല ടേംസിലൊന്നും അല്ല പോകുന്നത്. ഒരു 100 തവണ ഞാൻ അഴിച്ച് കെട്ടിയിട്ടൊക്കെയായിരിക്കും ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടൈം മൊത്തം പോകുന്നത് ഈ മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ചൂടെടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ഞാൻ മുടി അഴിച്ച് കെട്ടി. ഇനി പോകുന്ന വഴിക്ക് നല്ല ചൂടെടുത്ത് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പൊക്കി കെട്ടി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിന്നെയും ഞാൻ അഴിച്ച് കെട്ടി. എനിക്കറിയില്ല ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്ന്. ഞാൻ അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് എൻ്റെ ക്യാബ് മിസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഒരുങ്ങി ഇറങ്ങി. റൂമിൻ്റെ അടുത്തുനിന്ന് ഓഫീസിലേക്ക് പോകാൻ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക്. 11 മണിയൊക്കെ ആയപ്പോഴാണ് ഓഫീസിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ പിന്നെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വർക്കും കൂടെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ലേറ്റായിരുന്നു റൂമിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ സാറ് തന്നെ ഞങ്ങളെല്ലാവരെയും കൊണ്ടാക്കി. വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഓണർ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ അടുത്തും കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ചിട്ടാണ് ഞാൻ നേരെ റൂമിലോട്ട് വന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അത്യാവശ്യം ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നൈറ്റ് ആയതുകൊണ്ട് വെക്കാനും സമയമില്ല, എനിക്ക് മെനക്കെടാനും സമയമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് 2 മുട്ടയും പൊരിച്ചിട്ട് നേരെ ഞാൻ ബാൽക്കണിയിലോട്ട് പോയി. ഈ സമയത്ത് അവിടെ പോയി ഇരിക്കാൻ നല്ല രസമാണ്.